റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്കയുടെ പച്ചക്കൊടി. റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് അമേരിക്ക താൽക്കാലിക ലൈസൻസ് അനുവദിച്ചു. മാർച്ച് 5-ന് മുൻപ് കപ്പൽ ടാങ്കറുകളിലേക്ക് മാറ്റിയ എണ്ണയ്ക്കാണ് ഈ ലൈസൻസ് ബാധകമാവുക. താൽക്കാലിക ലൈസൻസ് കാലാവധി ഏപ്രിൽ 4-ാം തീയതി അവസാനിക്കും. VR കാർത്തിക് കൂടുതൽ വിവരങ്ങൾ നൽകും. കാർത്തിക്, ഈ പശ്ചിമേഷ്യയിൽ അവിടെ ഹോർമുസ് കടലിടുക്കിൽ വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ആണോ ഈ ഒരു ഇളവ് നൽകാനുള്ള ശ്രമം? മാത്രമല്ല, അത് ഇന്ത്യക്ക് ആശ്വാസമല്ലേ? തീർച്ചയായും എൽദോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ US ഇന്ത്യക്ക് താൽക്കാലിക ലൈസൻസ് അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തേക്കാണ് ഈ ലൈസൻസിൻ്റെ കാലാവധി. മാർച്ച് 5-ന് മുമ്പ് റഷ്യയുടെ വിവിധ ടാങ്കറുകളിലേക്ക് മാറ്റിയ എണ്ണ വ്യാപാരം നടത്താനാണ് അനുമതി. ഏപ്രിൽ 4 വരെയാണ് ഈ ലൈസൻസിന് അനുമതി ഉള്ളത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളതും. ഈ ഘട്ടത്തിൽ, അതായത് യുദ്ധം അതിൻ്റെ രൂക്ഷമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ഒരു ഇളവ് US-ൻ്റെ ഭാഗത്ത് നിന്ന് അനുവദിക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ US-നും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ ഒരുപക്ഷെ സൃഷ്ടിക്കാവുന്ന ആഗോള ഊർജ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി കൂടി വേണം ഇതിനെ കാണാൻ. അതായത് രണ്ട് കാര്യങ്ങളാണ്. US ഇത്തരത്തിൽ നേരത്തെ സമ്മർദ്ദ തന്ത്രത്തിലൂടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് പിഴത്തീരുവ് ഉൾപ്പെടെ ചുമത്തി ഇന്ത്യക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറയ്ക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്നാൽ ഈ ഘട്ടത്തിൽ US ഇത്തരമൊരു ഇളവ് അനുവദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ യുദ്ധ സാഹചര്യം കൂടി കണക്കിലെടുത്താണ്. മറ്റൊന്ന്, ഇന്ത്യക്ക് എങ്ങനെ ഇത് വലിയ ആശ്വാസമാകും എന്നതാണ്. ഇന്ത്യയിലേക്ക് എത്തുന്ന എണ്ണയുടെ 40% ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ സാധ്യമല്ല. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ കടന്നുപോയാൽ കത്തിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. നിലവിൽ 25 മുതൽ 30 ദിവസം വരെയുള്ള കരുതൽ ശേഖരം മാത്രമാണ് എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഉള്ളത്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്ക് എന്ത് എന്ന ചോദ്യചിഹ്നം വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ അമേരിക്കയോട് ഇത്തരത്തിൽ ഒരു ഇളവ് ആവശ്യപ്പെട്ടത്. അത് കണക്കിലെടുത്താണ് അമേരിക്ക 30 ദിവസത്തേക്കുള്ള താൽക്കാലിക ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിയതും. നിലവിൽ യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് 5% താഴെയായിരുന്നു. എന്നാൽ 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഇത് കുതിച്ചുയർന്നു. ഏതാണ്ട് 42%-ഓളമാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്ത എണ്ണയുടെ അളവ്. പിന്നീടാണ് 2025-ൽ യുദ്ധത്തിന് പ്രധാന കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ എണ്ണ വാങ്ങുന്നതാണ് എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയത്. ആ ഘട്ടത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഇളവ് താൽക്കാലിക ആശ്വാസമാണ്. അന്ന് പക്ഷേ വാങ്ങിച്ച ഡിസ്കൗണ്ട് റേറ്റിലല്ല ഇത്തവണ എണ്ണ ലഭിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. $4 മുതൽ $5 വരെ ബാരലിന് കൂടിയ തുകയ്ക്കാണ് വാങ്ങുന്നത്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ലാഭമല്ല. അതിനും അപ്പുറത്തേക്ക് നിലവിലെ യുദ്ധ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധി നേരിടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. എന്തായാലും 95 ലക്ഷം ബാരൽ എണ്ണ വിവിധ റഷ്യൻ എണ്ണ ടാങ്കറുകളിലായി ഇന്ത്യൻ സമുദ്രതീരത്തും അതോടൊപ്പം തന്നെ സിംഗപ്പൂർ കടലിടുക്കിലുമൊക്കെ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നതായി റഷ്യ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഇന്ത്യയുമായുള്ള ഈ എണ്ണ വ്യാപാരത്തിന് തടസ്സങ്ങളില്ല എന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് US-ന്റെ ഈ തീരുമാനം നിർണായകമാകുന്നത്. എന്തായാലും വലിയ തോതിൽ ഉള്ള ഒരു പ്രതിസന്ധി, ഒരുപക്ഷെ ഊർജ്ജ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടാവുന്ന ഒരു സാഹചര്യത്തിന് ഒരു പരിധിവരെ എങ്കിലും ആശ്വാസമാണ് അമേരിക്കയുടെ ഈ താൽക്കാലിക ലൈസൻസ് അനുവദിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പ്രത്യേക ഇളവ്. ഉറപ്പായിട്ടും ഇന്ത്യക്ക് ആശ്വാസമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. VR കാർത്തിക്കാണ് ചേർന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.